ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ISLൽ 3 മത്സരങ്ങളാണ് കളിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു 3 കളികൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, KBFC നിലവിൽ കളിച്ചിട്ടുള്ള 3 മത്സരങ്ങളിൽ നിന്ന് ഒരു തോൽവി, ഒരു വിജയം, ഒരു സമനില എന്നിങ്ങനെ 4 പോയിന്റുമായി 5ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. ഗോവയ്ക്ക് തൊട്ട് പിന്നിലായി 5ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു 3 കളികൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേര് തന്നെയാണ് നോ സദോയ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊന്നും വിലയുള്ള താരം തന്നെയാണ് താനെന്ന് തെളിയിക്കുന്ന മിന്നും പ്രകടനമാണ് താരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഒരുപാട് ഗോളുകളും അസിസ്റ്റും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു വലിയ സൂചന തന്നെയാണ്, ഒരു സിഗ്നൽ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിടിലൻ സ്ട്രൈക്കർ തന്നെ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആൻഡ്രിയ ലൂണ അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ കോച്ചായിട്ടുള്ള മിക്കാൽ സ്റ്റെഹ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് അത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്ന ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് കളിയിൽ വളരെയധികം വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാഴ്ച തന്നെയാണ് ഈ കഴിഞ്ഞ കളികളിലൊക്കെ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത്. പ്രീതം കോട്ടാൽ അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അദ്ദേഹം നടത്തുന്ന ചില ഡിഫൻസീവായിട്ടുള്ള നീക്കങ്ങൾ അത് എടുത്തു പറയുക തന്നെ വേണം. തീർച്ചയായിട്ടും പ്രീതം കോട്ടാൽ ഇൻ ഹിസ് പ്രൈം എന്ന് തന്നെ വേണം നമ്മൾ ഇപ്പോഴും വിശേഷിപ്പിക്കാൻ. അദ്ദേഹം മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാലോ, സച്ചിൻ സുരേഷിൽ നിന്നും വന്നിട്ടുള്ള ഒരു പിഴവ് കാരണമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റിയത്. അതേപോലെ തന്നെ ഐമന് ലഭിച്ചിട്ടുള്ള ചില മികച്ച അവസരങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്. 1, 2, 3 അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സിമ്പിളായിട്ട് വിജയിക്കാൻ സാധ്യമാവുന്ന ഒരു കളി തന്നെയാണ് ഇന്നലെ കടന്നു പോയിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡാനിഷ് ഫാറൂഖിന്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തെ ഫസ്റ്റ് 11-ൽ ഇറക്കേണ്ട, പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ആവശ്യം വരികയാണെങ്കിൽ ഇറക്കിയാൽ മതി എന്നുള്ള അഭിപ്രായമൊക്കെ പൊതുവെ വരുന്നുണ്ട്. എനിവേ, കേരള ബ്ലാസ്റ്റേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്. കാരണം ആൻഡ്രിയ ലൂണ തിരികെ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹീസസ് ഹിമിനസ്, അതുപോലെ തന്നെ നോവ സദോയ്, ആൻഡ്രിയ ലൂണ, ഈ ഒരു ത്രയം കേരള ബ്ലാസ്റ്റേഴ്സിനെ മിന്നുന്ന വിജയങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുന്നു. ഏതായാലും KBFCയുടെ കൂടുതൽ മത്സരങ്ങൾക്ക് വേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.